ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ പല വികസന പ്രവർത്തികളും മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും പരിഹാരം വേണമെന്നും ജില്ലാ വികസന സമിതി യോഗം. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും ഇന്ധന വില വർധനവും സ്വകാര്യ ബസ്സുകൾക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ലഹരി എന്ന മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ മഹല്ലുകൾ ശക്തമായി രംഗത്തിറങ്ങണമെന്ന് കെ ജയന്ത് MLA. സഹകരണ മേഖലയിലെ ആദ്യത്തെ വിമാന കമ്പനി കോ കേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് MBR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ പല വികസന പ്രവർത്തികളും മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും അതിന് പരിഹാരം വേണമെന്നും ജില്ലാ വികസന സമിതി. വിവിധ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും പദ്ധതികളുടെ മെല്ലെപ്പോക്കും MLA-മാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കളക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ പല വികസന പ്രവർത്തികളും മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും ഇതിന് പരിഹാരം വേണമെന്നും ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA-മാർ ആവശ്യപ്പെട്ടു. നിശ്ചിത കാലപരിധി അവസാനിച്ചിട്ടും പല പ്രവർത്തികളും പാതി വഴിയിലാണ്. റോഡ് പ്രവർത്തികൾ പൂർത്തിയാകാത്തത് പലയിടത്തും വെള്ളക്കെട്ടിനും ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നു. ജലവിതരണ പദ്ധതികളും വിദ്യാലയങ്ങളുടെ പ്രവർത്തികളും അടക്കം ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയുമുണ്ട്. വീഴ്ച വരുത്തുന്ന കരാറുകാരെ മാറ്റുന്നത് പരിഗണിക്കണമെന്നും MLA-മാർ ആവശ്യപ്പെട്ടു. കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാകാത്തതും തൊഴിലാളി ക്ഷാമവും നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവും മഴയുമെല്ലാമാണ് പല പ്രവൃത്തികളുടെയും പൂർത്തീകരണത്തിന് തടസ്സമാകുന്നതെന്നും പ്രത്യേക യോഗങ്ങൾ ചേർന്ന് പരിഹാരം കാണുമെന്നും അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. വടകര റവന്യൂ ടവർ നിർമ്മാണത്തിലെ സാങ്കേതിക തടസ്സം നീക്കണമെന്ന് KK രമ MLA ആവശ്യപ്പെട്ടു. പ്രദേശം സന്ദർശിച്ച് തുടർ നടപടികൾ എടുക്കുമെന്ന് കളക്ടർ അറിയിച്ചു. വടകര നിയോജക മണ്ഡലത്തിലെ ഓട്ടോ തൊഴിലാളികൾക്ക് അപേക്ഷ നൽകി 1 വർഷത്തോളമായിട്ടും പെർമിറ്റ് ലഭിച്ചില്ലെന്ന വിഷയവും MLA യോഗത്തിൽ ഉന്നയിച്ചു. ജൂലൈ 1-ന് ചേരുന്ന RTA യോഗത്തിൽ വിഷയം പരിഗണിക്കുമെന്ന് RTO അറിയിച്ചു. കൊടുവള്ളി മണ്ഡലത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ചിട്ട പല റോഡുകളും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ലെന്നും പൈപ്പ് ലൈൻ കണക്ഷൻ നൽകിയിട്ടും പലയിടത്തും വെള്ളം ലഭിക്കുന്നില്ലെന്നും PK ഫിറോസ് MLA ചൂണ്ടിക്കാട്ടി. പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നും വൈകാതെ പൂർത്തിയാക്കുമെന്നും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാക്കണമെന്നും തെരുവുനായ ശല്യം പരിഹരിക്കാൻ കൂടുതൽ ശ്രദ്ധ വേണമെന്നും ഫാത്തിമ താലിയ MLA ആവശ്യപ്പെട്ടു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി വേണമെന്നും ആവശ്യമുയർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ, ADM K ഷെറീന, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PR രത്നേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും ഇന്ധന വില വർധനവും മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം താങ്ങാൻ കഴിയാത്തതെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം പോലും കിട്ടാത്ത ബസ് ഉടമസ്ഥന്മാരുണ്ട്. 125 കോടി രൂപയാണ് കഴിഞ്ഞ ഗവൺമെന്റ് KSRTCന്റെ നഷ്ടത്തിലേക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ എന്നാലോ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് നികുതി പണം കൊടുക്കുക. 50,000, 60,000, 70,000 ശമ്പളം വാങ്ങുന്ന ആളുകളാണ് ഫ്രീ സൗജന്യ യാത്രയിൽ സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണക്കാരൻ കൂലിപ്പണിക്കാരൻ ടിക്കറ്റ് കൊടുത്ത് കമ്പി പിടിച്ചു നിന്ന് പോകുന്നത്. ഇതിലൊരു മാനദണ്ഡം വെച്ചിട്ട് 60 വയസ്സോ 70 വയസ്സോ അർഹതപ്പെട്ട ആളുകൾ, ഇവിടെ പാലിറ്റീവ് വർക്കുന്ന ആശാവർക്കന്മാര്, കുടുംബശ്രീകള്, ശുചീകരണ തൊഴിലാളികള്, വളരെ തുച്ഛമായ രീതിയിൽ ശമ്പളത്തിന് പണിയുന്നവർക്ക് ഒരു മാനദണ്ഡം വെച്ചിട്ട് ആയിക്കൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ ഒരു വ്യവസായമായിട്ട് ഇത് അംഗീകരിക്കും. ഒരു പൊതുമേഖലാ സംവിധാനം
KSRTCയിലൂടെ ഞങ്ങളുടെ ഒരു പൊതുമേഖല എന്ന നിലയിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സ്വകാര്യ യാത്ര അനുവദിച്ചതും ഇന്ധന വർധനവും കാരണം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലെത്തിയിരിക്കുകയാണെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി ജൂലൈ 2-ന് കളക്ടറേറ്റ് പടിക്കൽ മാർച്ചും നിരാഹാര സമരവും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിരാഹാര സമരം CPIM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ നേതാക്കളും പരിപാടിയിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KT വാസുദേവൻ, ജനറൽ സെക്രട്ടറി TK ബീരാൻകോയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരി എന്ന മാരക വിപത്തിനെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം മത സാമൂഹിക സംഘടനകളും മഹല്ലുകളും ശക്തമായി രംഗത്തിറങ്ങണമെന്ന് K. ജയന്ത് MLA. മഹല്ല് എക്സലൻസ് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. KNM കോഴിക്കോട് സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല്ല് ഭാരവാഹികൾക്കായി മഹല്ല് എക്സലൻസ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. K. ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വിജയത്തിൽ മഹല്ലുകൾക്ക് നിർണായക പങ്കാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ മഹല്ലും ലഹരി വിമുക്ത മഹല്ലുകളാക്കി മാറ്റുന്നതിനുള്ള സമഗ്ര കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും MLA ആഹ്വാനം ചെയ്തു. ഹുസൈൻ മടവൂർ സാഹിബൊക്കെ തൂഫാൻ വാരിയറാണ്. നമ്മൾ ഓരോരുത്തരും അതിന്റെ പോരാളികളാവുക എന്നുള്ളതാണ്. ഈ ഭൂമിക്ക് വേണ്ടി, ഈ ഭൂമിയിലെ പുതിയ തലമുറക്ക് വേണ്ടി, ഈ ഭൂമിയെ എല്ലാ നന്മകളുടെയും ഇടമാക്കി മാറ്റണമെങ്കിൽ അതിന് നമ്മൾ സ്വയം സമർപ്പിക്കണം. അതല്ലാതെ നിങ്ങളെല്ലാവരും ശരിയാക്കൂ, ഞാൻ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി ഇരുന്നു കൊള്ളാം ഓരോ മനുഷ്യരും ചിന്തിച്ചാൽ മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് ഇതൊക്കെ മാഞ്ഞു പോകും. ഈ നന്മകളുടെ അവസാനത്തെ അടയാളങ്ങളും മാഞ്ഞു പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഒരു തുരുത്തുണ്ടാവില്ല എന്ന് പറയാൻ. KNM-ന് കീഴിലുള്ള മുഴുവൻ മഹല്ലുകളിലും 1 വർഷം നീണ്ടു നിൽക്കുന്ന സമഗ്ര വികസന കർമ്മ പദ്ധതികൾ ക്യാമ്പിൽ അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ ശാക്തീകരണം, കുടുംബ കൗൺസിലിംഗ്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സ്ത്രീ ശാക്തീകരണം, യുവജന വികസനം, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ ബോധവൽക്കരണം, മതേതര സൗഹൃദ സംഗമങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നടപ്പാക്കേണ്ട വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. പരിപാടിയിൽ KNM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഹുസൈൻ മടവൂർ, പാലത്ത് അബ്ദുറഹിമാൻ മദനി, അബ്ദുറസാഖ് കൊടുവള്ളി, അബൂബക്കർ നന്മണ്ട, സുബൈർ മദനി, MM അബ്ദുൾ റസാഖ്, സെലു അത്തോളി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കുറ്റ്യാടിയിൽ കൂട്ടയോട്ടവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. കുറ്റ്യാടി മരുന്നോങ്കര റോഡിൽ നിന്നും ആരംഭിച്ച പരിപാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കേരള സർക്കാരിന്റെ തൂഫാൻ നാർക്കോ ഹണ്ടിന് പിന്തുണയുമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ സ്കൗട്ട്, ഗൈഡ്, SPC, NSS എന്നിവയും ദുരന്ത നിവാരണ സേന, റോട്ടറി ക്ലബ്ബ്, വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയും പരിപാടിയിൽ പങ്കെടുത്തു. മരുതോങ്കര റോഡിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. പരിപാടി പാറക്കൽ അബ്ദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി വിപത്തിനെതിരെ സമൂഹം ഒന്നാകെ സംഘടിക്കേണ്ട സമയമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ ലഹരി സാധാരണ ലഹരി പണ്ടും ഉണ്ടാകാറുണ്ട്. കഞ്ചാവ്, കള്ള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലഹരിയൊക്കെ നേരത്തെ ഉണ്ട്. അന്ന് നമ്മൾ ലഹരി വിരുദ്ധ സമരമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തത് അതല്ല. ഇന്ന് സിന്തറ്റിക് ലഹരി. ആ സിന്തറ്റിക് ലഹരി മനുഷ്യനെ അത് ഉപയോഗിച്ചാൽ, ഒരു വട്ടം ഉപയോഗിച്ചാൽ പിന്നീട് അതിന്റെ അഡിക്റ്റായി മാറുകയാണ്. പിന്നെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആരെ, നിങ്ങളുടെ മാത്രമല്ല, ആ കുടുംബത്തിന്റെ. GHSS പ്രിൻസിപ്പൽ അൻവർ ഷമീം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് VK റഫീഖ്, MPTA പ്രസിഡന്റ് സബിന മോഹൻ, ഹെഡ് മിസ്ട്രസ് സലീന K, എക്സൈസ് ഇൻസ്പെക്ടർ സന്തിൽ കുമാർ C, RMO ഡോക്ടർ പ്രജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു. കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ ഷാജി MP സ്വാഗതം പറഞ്ഞു. രഗീഷ് കടവത്ത് ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മജീഷ്യൻ പ്രദീപ് ഹുഡിനോയുടെ മാന്ത്രിക ദൃശ്യാവിഷ്കാരം. പൊതുജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ലഹരിയുടെ വേദനകൾ അവതരിപ്പിച്ച മാന്ത്രിക യാത്ര നഗരത്തിലൂടെ സഞ്ചരിച്ചത്. മദ്യപിച്ച ലക്കുകെട്ട മധ്യവയസ്കനും ലഹരി നുണയുന്ന യുവാവും നഗരവീഥികളിൽ വേദന കാഴ്ചയായി. നഗരത്തെ ചുറ്റിയ വണ്ടിയിൽ സിറിഞ്ചു കുത്തിക്കയറി മരിക്കാറായ മനുഷ്യനെയും കാണാമായിരുന്നു. മജീഷ്യൻ പ്രദീപ് ഹുഡിനോയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ മാന്ത്രിക ദൃശ്യാവിഷ്കാരം ഒരുങ്ങിയത്. ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് സമാപിച്ചത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിക്ക് സഹായകമാകുന്ന ഈ ബോധവൽക്കരണ പരിപാടി നടത്തിയ മാന്ത്രികനെയും സംഘാടകരെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഓൺലൈനിൽ അഭിനന്ദിക്കുകയും പരിപാടിക്ക് ആശംസ അറിയിക്കുകയും ചെയ്തു. ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവിഷൻ സെന്റർ, ചേതന സെന്റർ ന്യൂറോ സൈക്കാട്രിസ്റ്റ് റീഹാബിലിറ്റേഷൻ, IMA സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ മെന്റൽ ഹെൽത്ത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കോഴിക്കോട് ബ്രാഞ്ച് എന്നിവ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം IMA സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ റോയ് R ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ ഡയറക്ടർ ഡോക്ടർ PN സുരേഷ് കുമാർ ക്ലാസ് എടുത്തു. ഡോക്ടർ സന്ധ്യാകുറുപ്പ് സ്വാഗതവും PP സുബിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സഹകരണ മേഖലയിലെ ആദ്യത്തെ വിമാന കമ്പനി കേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ. ആഭ്യന്തര യാത്രകൾ ചെലവ് കുറഞ്ഞതും വേഗത്തിലുള്ളതും ആക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുതിയ സഹകരണ വകുപ്പ് മന്ത്രി വന്നു, അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷകളുണ്ട്. വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തുന്ന പദ്ധതിയാണ് കേരളം. ആദ്യഘട്ടമായി 2 വിമാനങ്ങളാണ് വാടകയ്ക്കെടുക്കുക. നെടുമ്പാശ്ശേരി ആസ്ഥാനമായി നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ, മംഗലാപുരം, ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളുമായി ബന്ധിപ്പിച്ചാണ് വിമാന സർവീസ് നടത്തുക. പദ്ധതി നടത്തിപ്പിനായി സഹകരണ മേഖലയിൽ കമ്പനി രൂപീകരിക്കും. മുഖ്യമന്ത്രി ചെയർമാനും സഹകരണ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായി രൂപീകരിക്കുന്ന കമ്പനിയിൽ 200 സഹകരണ സംഘങ്ങൾ 2 കോടി രൂപ വീതം ഷെയർ എടുത്താണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുകയെന്ന് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്പീഡ് റെയിലിൽ നമുക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 50,000-ലും മേലെ കോടി രൂപ. പിന്നെ ലാൻഡ് കാര്യങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ട സമയം. ഞാൻ ഗവൺമെന്റിൽ കൊടുത്ത നിർദ്ദേശം, നമ്മൾ 72 സീറ്റുള്ള 4 ഫ്ലൈറ്റ്, അത് തുടക്കത്തിൽ 2 ഫ്ലൈറ്റ്, അത് ലീസിനെടുത്ത് ഒരു കൊല്ലം
ഒരു ഫ്ലൈറ്റ് ഓടാൻ വേണ്ട തുക എന്ന് പറയുന്നത് 3 കോടി 20 ലക്ഷം. അങ്ങനെ വെച്ചാൽ നമുക്ക് 48 കോടി രൂപയാണ് ഒരാളെ പോലും കയറ്റാതെ ഒരു വർഷം നമുക്ക് ഒരു ഫ്ലൈറ്റിന് വേണ്ട പൈസ. കോ കേരള സർവീസിൽ അതിവേഗ തീവണ്ടികളിൽ ഇപ്പോൾ നൽകുന്ന അത്ര ചാർജിൽ സഞ്ചരിക്കാം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും തത്വത്തിൽ അനുമതി ലഭിക്കുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം, ഓട്ടോറിക്ഷകൾ കൈമാറൽ, പഠനോപകരണങ്ങളുടെ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് അംഗങ്ങളും ഭാരവാഹികളും പങ്കെടുത്തു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് LCIF കോർഡിനേറ്റർ ഡോക്ടർ S. രാജീവ് മുഖ്യാതിഥിയായി. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ, ലയൺസ് ഡിസ്ട്രിക്ട് 3180 മുൻ ജില്ലാ ഗവർണർ KT അജിത്ത്, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് പ്രസിഡന്റ് PV ഷെറിൽ രാജ്, സെക്രട്ടറി JS മനോജ്, NV അനിൽ പരമേശ്വരൻ, മധുശ്രീ മധു, സന്ധ്യ ഷിബിൻ, PK രാജേഷ്, കുമാർ ദാസ്, ഡോക്ടർ ബാലാമണി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബിന്റെ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് 318E സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വത്സല ഗോപിനാഥ് നിർവഹിച്ചു. പ്രൊജക്ടിന്റെ ഭാഗമായി മായനാട് സ്വദേശി മുഹമ്മദ് സൽമാനും ചേളന്നൂർ സ്വദേശിനി ഷാലിം ധനേഷിനും പുതിയ ഓട്ടോറിക്ഷകൾ കൈമാറി. കൂടാതെ ചേവായൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യ സായാഹ്നം സംഘടിപ്പിച്ചു. കവി വിജു V. രാഘവ് ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് കാവ്യ സായാഹ്നം നടന്നത്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കാവ്യ സായാഹ്നം സംഘടിപ്പിച്ചു. പുതുതലമുറയിലെ ശ്രദ്ധേയനായ കവി വിജു V. രാഘവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവിതകൾ കാലഭേദമന്യുള്ള പ്രവാഹമാണെന്ന് വിജു V. രാഘവ് പറഞ്ഞു. നിറയെ പുസ്തകങ്ങളുടെ ഭാഗമായി ഓഫീസുകൾ തോറും കയറിയിറങ്ങി ജീവിതം വായനയ്ക്ക് വെക്കുന്നു ഒരുത്തൻ. നിറയെ പുസ്തകങ്ങളുടെ ഭാഗമായി ഓഫീസുകൾ തോറും കയറിയിറങ്ങി ജീവിതം വായനയ്ക്ക് വെക്കുന്നു ഒരുത്തൻ. മനുഷ്യരെ പ്രതിയുള്ള നമ്മുടെ അധിക കരുണയിൽ ഇവരൊക്കെ കാണാമറയ്ക്ക് തന്നെയാകും ഇനിയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് C. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഗിരിജ, പഞ്ചായത്ത് അംഗം IP ഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കാവ്യസായാഹ്നം പരിപാടിയിൽ സുരേഷ് പാറപ്രം, ജോബി മാത്യു, റോയ് കാരാത്ര, EP രത്നാകരൻ, C. ദാമോദരൻ നായർ, ഷിജു പാവയിൽ, പ്രബി പുനത്തിൽ, KP മുഹമ്മദ് കോയ, ഷിനിജ വിനയചന്ദ്രൻ, പ്രമീള മുകുന്ദൻ,
ഡോക്ടർ പി ശ്രീമാൻ ഉണ്ണി എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ദിവാകരൻ സ്വാഗതവും വായന പക്ഷാചരണം പരിപാടി കോർഡിനേറ്റർ ഗിരീഷ് ആംബ്ര നന്ദിയും പറഞ്ഞു. ജൂലൈ 6 നടക്കുന്ന ബഷീർ സാഹിത്യ സംവാദം, പുസ്തക ചർച്ച, പ്രാദേശിക എഴുത്തുകാരെ ആദരിക്കൽ എന്നീ പരിപാടികളോടെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം സംഘടിപ്പിക്കുന്ന വായന പക്ഷാചരണ പരിപാടികൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 30 വർഷങ്ങൾക്കു ശേഷം വീണ്ടും കളിക്കളത്തിലിറങ്ങി സഹപാഠികൾ. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലെ 1996 SSLC ബാച്ചിലെ കൂട്ടുകാരാണ് പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിലെ ഗ്രൗണ്ടിൽ വീണ്ടും പന്ത് തട്ടിയത്. 30 വർഷം മുമ്പ് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ കാൽപന്ത് കളിച്ച സഹപാഠികൾ അതേ ആവേശത്തോടെ വീണ്ടും കളിക്കളത്തിലിറങ്ങി. സ്കൂളിലെ 1996 SSLC ബാച്ച് അംഗങ്ങളുടെ കൂട്ടായ്മയായ 96 ബോയ്സ് ആണ് ഫിഫ ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം ഒരുക്കിയത്. പഠനകാലത്ത് ഉച്ചഭക്ഷണ ഇടവേളകളിലും PT പീരീഡുകളിലും ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിരുന്ന കൂട്ടുകാർ ഇന്ന് വ്യത്യസ്ത മേഖലകളിലും വിവിധ സ്ഥലങ്ങളിലുമായി ജോലി ചെയ്യുന്നവരാണ്. ലോകകപ്പ് തുടങ്ങിയതോടെ ഇതുമായി ബന്ധപ്പെട്ട വാശിയേറിയ വാദപ്രതിവാദങ്ങളും ചർച്ചകളും ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും സജീവമാണ്. ഇതിനിടയിലാണ് സൗഹൃദ മത്സരം എന്ന ആശയം പിറന്നത്. ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് കളിക്കാർ മൈതാനത്തിറങ്ങിയത്. അർജന്റീന ആരാധകരുടെ ടീമും വിവിധ രാജ്യങ്ങളുടെ ആരാധകരെ ഉൾപ്പെടുത്തിയുള്ള പോപ്പിൻസ് ടീമും തമ്മിലായിരുന്നു മത്സരം. ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന ആരാധകരുടെ ടീം വിജയികളായി. മത്സരത്തിന് സാക്ഷ്യം വഹിക്കാനും പഴയ സഹപാഠികളെ പ്രോത്സാഹിപ്പിക്കാനുമായി മറ്റ് ബാച്ച് അംഗങ്ങളും എത്തിയിരുന്നു. സൗകര്യപ്രദമായ ഇടവേളകളിൽ ഇതേ രീതിയിൽ ഒത്തുചേരാമെന്ന തീരുമാനമെടുത്താണ് കൂട്ടുകാർ മടങ്ങിയത്. വിജയപരാജയങ്ങൾക്കപ്പുറം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെയും ഫുട്ബോൾ പ്രേമത്തിന്റെയും ആഘോഷമായി ഈ സംഗമം മാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ പല വികസന പ്രവർത്തികളും മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും പരിഹാരം വേണമെന്നും ജില്ലാ വികസന സമിതി യോഗം. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും ഇന്ധന വില വർധനവും സ്വകാര്യ ബസ്സുകൾക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ലഹരി എന്ന മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ മഹല്ലുകൾ ശക്തമായി രംഗത്തിറങ്ങണമെന്ന് K. ജയന്ത് MLA. സഹകരണ മേഖലയിലെ ആദ്യത്തെ വിമാന കമ്പനി കേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.